ചെയ്യാൻ പോകുന്ന ഈ ഡിസൈൻ 2 കളർ എംബ്രോയിഡറി ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീനും ഇതുപോലുള്ള പിങ്ക് കളറിലെയും ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രഞ്ച് നോട്ടും പിന്നെ റിംഗ് നോട്ടും അത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലീവ്സിന് ലേസി ഡേസി സ്റ്റിച്ച് കൊടുത്ത് ലീവ്സും കൊടുക്കുന്നു. സ്റ്റെം സ്റ്റിച്ച് അങ്ങനെ സിമ്പിളായിട്ട് തന്നെ ബേസിക് സ്റ്റിച്ചസ് തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ കുറച്ച് പേൾസും ബീഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എംബ്രോയിഡറി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ 2 കളർ നൂലുമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നീഡിൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ 6 സ്ട്രാൻഡ്സ് തന്നെ എടുത്തേക്കുന്നത്. സ്ട്രാൻഡ്സ് ഒന്നും മാറ്റിയിട്ടില്ല, അതുപോലെ തന്നെ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനെ ഈ ഞാൻ റൗണ്ട് ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് റിംഗ് നോട്ട്സ് കൊടുത്ത് ഫ്ലവർ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇവിടെ നമ്മൾ കുറച്ചൊരു പേൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തേക്കണം. ഇത് നമ്മളിവിടെ ഒരു പിങ്ക് പേൾ തന്നെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ചെയ്യുന്ന രീതിയിൽ റിംഗ് നോട്ട് ചെയ്യാം. റിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ താഴ്ന്ന് സൂചി എടുത്ത് ഇങ്ങനെ ഇതുപോലെ 2 ചുറ്റിയിട്ട് കുറച്ചൊന്ന് ലൂസാക്കി വിട്ടിട്ട് തൊട്ട് മുകളിലായിട്ട് താഴ്ത്തിറക്കുകയോ ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ എന്നാൽ നമ്മൾ ടൈറ്റാക്കി പിടിക്കാണ്ട് ഇങ്ങനെ കുറച്ച് ലൂസാക്കി വിട്ടിട്ട് കണ്ടോ ഇപ്പോൾ ഒരു റിങ് ഫോം ചെയ്തു കണ്ടോ. ഇതുപോലെ റിംഗ് നോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ടിൽ ചെയ്യാം. അപ്പോൾ ഒരു ഫ്ലവർ ഫോം ചെയ്യും. നമ്മൾ എത്രത്തോളം ലൂസാക്കി വിടുന്നതനുസരിച്ച് ഇതിൻ്റെ പെറ്റലിൻ്റെ വലിപ്പവും കൂടും. ഈ റിങ്ങിൻ്റെ കണ്ടോ, റിങ്ങിൻ്റെ വലിപ്പം കൂടും. അപ്പം ഓൾമോസ്റ്റ് ഒരേപോലെ തന്നെ ചെയ്യാൻ നോക്കണം. അതായിരിക്കും കാണാൻ നീറ്റായിട്ടിരിക്കുക. നമ്മൾ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അകത്ത് ഒരു റൗണ്ടും കൂടെ കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ട് നമുക്ക് പേൾ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തായിട്ട് ഒരു പേളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഫ്ലവർ ചെയ്യാം. കണ്ടോ, അപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വരച്ചേക്കുന്നിടത്തെല്ലാം നമ്മൾ സ്റ്റെമ്മും ലീവ്സും കൊടുക്കുകയോ ചെയ്യുന്നത്, ചെടികളുടെ വള്ളികളൊക്കെ പോലെ അത് കൊടുക്കുകയോ ചെയ്യുന്നത്. അതിനൊപ്പം ഇവിടുത്തെ 2 നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അത് സെയിം കളർ പിങ്ക് നൂലോട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങ് ചെയ്യാം. എന്നിട്ട് ബാക്കി നമുക്ക് ഇവിടെ ലീവ്സ് കൊടുക്കാം. അത് ഈ ഒരു സർക്കിളിൽ ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുത്താൽ മതി.
അപ്പോൾ നമ്മളിതുപോലെ സർക്കിളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിതുപോലെ നടുക്കായിട്ട് തുടങ്ങിയിട്ട് ഇതുപോലെ റൗണ്ടും ചെയ്ത് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു സർക്കിൾ ഫില്ല് ചെയ്തു. അതുപോലെ ഇപ്പുറത്തും കൂടെ വരണം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു പോർഷനിൽ സ്റ്റെം സ്റ്റിച്ച് കൊടുത്ത് ലേസി ഡേസി ലീവ്സും കൂടെ കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഈ ഒരു ലൈറ്റ് കളർ ഗ്രീൻ കളറിലെ നൂലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റെം സ്റ്റിച്ചോ ബാക്ക് സ്റ്റിച്ച് ആയാലും മതി. പക്ഷേ കുറച്ചുകൂടെ കാണാൻ ഭംഗി സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ അത് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇതുപോലെ സ്റ്റെം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലീവ്സ് കൊടുക്കാം. ലീവ്സും ഇതുപോലെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചിന് കൊടുക്കുന്നത് ഇതേ കളർ നൂല് കൊണ്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റെം ലീവ്സും കൊടുക്കാം. ഇതുപോലെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതുപോലെ ഇവിടെയും ഇതുപോലെ സ്റ്റെം കൊടുക്കാം. ഇതേ പാറ്റേൺ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി നെക്കിന് അറൗണ്ട് ആയിട്ട്. പിന്നെ നടുക്ക് നമ്മൾ ഒരു പേൾ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് നമുക്ക് ഇതുപോലെ പിങ്ക് കളറിലെ പേൾ തന്നെ കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പിങ്ക് പേൾ കൊടുക്കാം.
ഇത്രയായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതുപോലെ പേളും ഇതുപോലുള്ള ചെറിയ ടൈപ്പ് ബീഡ്സും കൂടെ കൊണ്ട് ഇതെല്ലാം ഫില്ല് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ചെയ്യാം. അത് നമുക്ക് സ്പേസ് ഉള്ളിടത്തൊക്കെ ഫില്ല് ചെയ്ത രീതിയിൽ നമുക്ക് കൊടുക്കാം. അത് അതുപോലെ തന്നെ ഒരു പേളും പിന്നെ നമുക്ക് ഒരു ചെറിയ ബീഡ്സും ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കൊടുക്കാം, മിക്സ് ചെയ്ത് ഇതുപോലെ കോമ്പിനേഷനായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു ബോർഡറിലും ഇതുപോലെ പിങ്ക് ബീഡ്സ് കൊണ്ടൊരു ബോർഡർ കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് പിങ്കും ചെറിയ ടൈപ്പ് ബീഡും കൂടെ വെച്ചിട്ട് ഒരു ഡിസൈൻ പോലെ ഇതുപോലെ ഇവിടെ കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പിക്ചർ കാണുന്ന കണക്ക് തന്നെയുള്ള ഡിസൈൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഇതുപോലെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം, നിറച്ച് ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത് കൂടുതൽ വീഡിയോസ് ഇടാൻ എനിക്ക് നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.